നിൽക്കുമ്പോഴത്തേനും നമ്മളെ ചുറ്റിനും വറക്കില്ല. ഓ ഉണ്ടോ? വെറൈറ്റി ഉണ്ട് കേട്ടോ. ടൈഗർ റിസർവിൽ രണ്ടാമത്തെ ദിവസം നമുക്ക് കോൾഡ് അടിച്ചു. ഇവിടുത്തെ തണുപ്പാണ്, ക്ലൈമറ്റ് മാറിയതിൻ്റെയാണ്. അപ്പം ഇന്ന് രാവിലെ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് 2 ആനയെ കണ്ടു. ഇപ്പം ഞാൻ നടക്കുന്നത് ഇവിടെ ട്രൈബ്സ് മീൻ പിടിച്ചിട്ട് അവരുടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാൻ നടക്കുക. വൈകിട്ട് കിട്ടും. ഇങ്ങനെ കണ്ടില്ലായിരുന്നു ഒരു വൈകിട്ട് നമ്മൾ നടന്നു വരാനായിട്ട്. ട്രൈബ്സിൻ്റെ ഇന്ന് ആഘോഷമായിട്ട് മീനും മേടിച്ച് പോവുകയാണ്. ഇന്ന് കുക്ക് ചെയ്യുന്ന മീനാണിത്, ഗോൾഡൻ ഫിഷ്. രണ്ടാമത്തെ ദിവസം ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. നമ്മളിന്ന് നമ്മുടെ ക്യാമ്പിൻ്റെ പുറവശത്തോടാണ് പോകുന്നത്. ആന ചവിട്ടിയല്ലേ? ആന ചവിട്ടിയല്ലേ? അല്ലാതെ ഇങ്ങനെ വരത്തില്ല. ആ നടുവ് മാത്രം ഇവിടെ ഇന്നൊന്നും ഈ ഭാഗത്തോട്ട് പോയിട്ടില്ല. മുള്ളമ്പന്നി അല്ലേ? ഇതിന്റെ പേരെന്തോ? ഇതിന്റെ പേര് ആനച്ചോടി. ഇതിനെ ഉണക്കണം. പച്ചയോടെ അല്ല, ഉണക്കിയിട്ട് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് ഇതുപോലെ ഗ്രേഡി കുടിക്കുമ്പോൾ പെട്ടെന്ന് പറയും, പെട്ടെന്ന് ഉണ്ടാവണം. ഷുഗർ ആൻഡ് കൊളസ്ട്രോൾ. ഈ കൂട്ടവില ഒരുമിച്ച് ആയതിനു ശേഷമാണ് നടക്കാൻ തുടങ്ങുന്നത്. അത് കാരണം നമ്മൾ ഓടുമ്പോൾ ചിലപ്പോൾ അടുത്തൊരു ആനയുടെ വായി കിട്ടും. പല അബദ്ധങ്ങളും സംഭവിക്കും. 2 കിലോമീറ്റർ നിൽക്കുമ്പോഴത്തേനും നമ്മളെ ചുറ്റിനും വറക്കില്ല. ഉണ്ടോ? വെറൈറ്റി ഉണ്ട് കേട്ടോ. ഈ വീട്ടിലുള്ള ആൾക്കാരാണ് 2 പേര് അപ്പുറത്തേക്കുന്നത്. ചങ്ങാടത്ത് പോയി തിരിച്ചു വരില്ല. ചപ്പൊക്കെ ഉണ്ടല്ലോ. അതെ അതെ. നമ്മുടെ 8 മണിക്ക് തുടങ്ങിയ യാത്ര ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ട്. 3 മണിക്കൂർ നമ്മൾ ട്രക്ക് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് ക്യാമ്പിലോട്ട് വന്നിട്ടുണ്ട്. രാവിലത്തെ ട്രക്കിങ് കഴിഞ്ഞതിന് ശേഷം നല്ല ക്ഷീണമായിരുന്നു, കോൾഡും കൂടെ അടിച്ചിട്ട്. ഇനിയിപ്പോൾ ലഞ്ച് കൂടെ കഴിച്ച് വെച്ചിട്ട് വേറെ ചെറിയൊരു പ്രോഗ്രാമുണ്ട്, അപ്പോൾ അതിനും കൂടെ പോകണം. ഓക്കെ, അപ്പോൾ രാവിലെ നമുക്ക് ഇവിടുന്ന് പിടിച്ച മീനുണ്ടല്ലോ, അതാണിപ്പം കുക്ക് ചെയ്തിരിക്കുന്നത്. കോളിഫ്ലവർ, പയർ, ബീൻസ്, കടച്ചക്ക, പിക്കിൾ,
ഉപ്പ്, തൈര്, പരിപ്പ്, ഫിഷ്, ചോറ്. 3 മീൻ പിടിച്ചു. ആ 3 എണ്ണം. No formalin, nothing at all. Pure fish. Fish is coming. It's only first plate. ഇനി ഉണ്ട് മീൻ. How's the fish, dude? Good. അങ്ങനെ നമുക്ക് ബാംബു റാഫ്റ്റിംഗ് പോയിട്ട് വരാം. ബാംബു റാഫ്റ്റിംഗ് നിങ്ങളെ ശക്തിയാണ്. എല്ലാരും ഒരേ ദിക്കിലാ തുഴയണ്ടേട്ടാ. ഇത് എങ്ങോട്ട് വീണത്? ഇത് കുറച്ച് ആൾക്കാർ മുമ്പോട്ടും കുറച്ച് ആൾക്കാർ പുറകോട്ട് തുഴയണേ. ഇങ്ങനല്ലേ? ഇങ്ങനെ പുറകോട്ട് പുറകോട്ട് പുറകോട്ട്. കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. കുറെ നീർക്കാക്കകളെ കാണാം നമുക്കവിടെ. നമ്മളങ്ങ് അവിടുന്ന് തുഴഞ്ഞ് വന്ന് നമ്മുടെ ബാംബു ചങ്ങാട ഇവിടെ വെച്ച് ഇവിടെ കുറച്ച് കിളികളെയൊക്കെ കണ്ടു. മഴ പെയ്യുന്നുണ്ടല്ലോ. We get 4 sessions. നാട്ടിൽ നിന്ന് വന്ന കുറച്ച് ആദിവാസികള് നമുക്ക് ക്യാമ്പ് ഫയറിനുള്ള വിറകാണ്. ഇത് നമ്മള് രാവിലെ എങ്ങനുണ്ട്? ഉപ്പ് കുറവ് ഫീൽ ചെയ്യുന്ന ഒരു ലോ ആണ്. ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. ലാസ്റ്റ് ഡേയും 3-ാമത്തെ ദിവസമാണ് ഇന്ന് ട്രൈബൽ ട്രെയിലിൽ വന്നിട്ട്. ഇന്ന് നമ്മളിവിടുന്ന് പോകും. ഞാൻ രാവിലെ ഏറ്റപ്പം കണ്ട കാഴ്ച കുറേ പന്നികൾ അവിടെ നിന്ന് പുല്ല് നിന്നതാണ് ഈ ലേക്കിൻ്റെ സൈഡിൽ നിന്നിട്ട്. ഇന്നലെ രാത്രിയിൽ നമ്മുടെ ടെൻറ്റിൻ്റെ അടുത്തൊരു ആന വന്നിട്ടുണ്ടായിരുന്നു ഒരു 1-1.5 ആയപ്പം. അങ്ങനെ 2 നൈറ്റ് താമസത്തിന് ശേഷം നമ്മൾ ടെൻറ്റിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാണ്. നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. ബ്രേക്ക്ഫാസ്റ്റാണ്. ഉപ്പുമാവും ഞാലിപ്പൂ അല്ലേ? ഞാലിപ്പൂൻ പഴം അല്ലേ? പൈനാപ്പിൾ ഉണ്ട്. മാംഗോ. അത് ഇത് കണ്ടിട്ട് അവരെ പ്രായം നിശ്ചയിക്കാൻ അറിയത്തില്ല. നമ്മുടെ പല്ല് വെച്ചാണ് ആക്കുന്നല്ലേ? പല്ലും അതിന്റെ ഹൈറ്റ് ഒക്കെ വെച്ചാണ് നമ്മൾ പ്രായം കണക്കാക്കുന്നത്. ഇത് തേക്കാ? ആട്ടുകാൽ കിഴങ്ങ്. ആട്ടുകാൽ കിഴങ്ങ് കിഴങ്ങ് തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാലേ ഇത് സൂപ്പിട്ട് തരും. സൂപ്പിട്ട് തരും. അടിപൊളിയാ. ഒരു മരുന്നാണത്. ഈ സാധനം എടുത്തിട്ട് ജ്യൂസ് അടിച്ച് കഴിക്കാം. നമുക്ക് ജ്യൂസ് അടിച്ച് കഴിക്കാം. ഞാൻ നോക്കുന്ന എല്ലാ മരുന്നുകളും നാട്ടിനകത്തിരിക്കുന്ന മൊത്തം മരുന്നാ. നമുക്കത് അറിയത്തില്ലെന്നേ ഉള്ളൂ. അതെ, മരുന്നുണ്ട്, പോയിസണസും ഉണ്ട്. ഉണ്ട്. ഒരു വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, എല്ലാ സ്ക്വയർ ഫുട്ടില് ലൈഫ് ഉണ്ട്. ശരിക്കും നോക്കിയാ പ്ലാന്റ്സ് അല്ലാതെ അതൊക്കെ ഉറുമ്പോ വേംസോ വേറെ എന്തോ സംഗതി എല്ലാ സ്ഥലത്തും ഉണ്ട്. ഓരോ ജീവജാലങ്ങളുണ്ട് ഇതിനകത്ത്. അങ്ങോട്ട് ചിലപ്പോ അങ്ങനെ ഗ്രാസ് ഹോപ്പർ, സ്പൈഡർ. ഒരു ജീവി പോലും ഇല്ലാത്ത സ്ഥലങ്ങൾ കുറവാണ്.
നമ്മൾ വലിയ വലിയ ജീവികളെ നോക്കുന്നോണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ കാണാത്തത്. But small ones also has a very important അതെ ecosystem. അതെ കറക്റ്റ്. മയിലൊക്കെ റേറാ. ഞാൻ ആദ്യമായിട്ടാണ് കിടന്നത്. അതല്ലേ ഇത്ര മാസത്തിൽ 6-7 മാസത്തിൽ ആദ്യമായിട്ടാണ് മയിലിനെ ഈ ഭാഗത്ത്. അറിയോ കത്തിച്ചിട്ടുണ്ട്. ഇവിടെ മൊത്തം പോതെയായിരുന്നു. ഈ ഒരൊറ്റ മരം ആനയ്ക്ക് തീറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ കത്തിച്ച് കഴിയുമ്പോ വീണ്ടും കിളുക്കും. അന്നേരം നല്ല തളുപ്പ് പുല്ലായി, ഇളം പുല്ല്. അന്നേരമാണ് ആന വന്ന് തിന്നുന്നത്. It's very rare to see it. Really? Yeah. It's only this height, on Pomeranian height. And very fast, very fast. രോഹിത് ലാസ്റ്റ് കയറാ. വീണ്ടും കയറാനുള്ള പരിപാടിയാ. അല്ല സാറേ. പോട്ടെ. മനോജ് വീണ്ടും കാണാം കേട്ടോ സാറേ. കാണാം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു ചെറിയൊരു സുവനീർ ഷോപ്പുണ്ട്. ഇവിടെ ഹണി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ടീമിലെ മറ്റെല്ലാവരും ഹണി മേടിക്കാൻ വന്നേക്കുക. ആഹാ, നമ്മൾ ട്രെക്കിങ്ങിന് ഉപയോഗിക്കുന്ന കുറേ ജാക്കറ്റ് ഉണ്ട്. ടൈഗറിനെ എവിടെയെങ്കിലും കാണാൻ പറ്റും. ഓക്കെ, ബിനി തീർച്ചയായും കാണാം. സന്ധ്യ ടീച്ചർ, രോഹിത് കാണാം. ഓക്കെ ഓക്കെ. ജെറോം, see you again. ഹരി, ഓക്കെ, see you again. നമുക്കിനി ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും ഒരു ട്രെക്കിംഗ് കഴിഞ്ഞ് കണ്ടുകിട്ടാം. ഓക്കെ, നമ്മൾ തുടങ്ങിയത് തന്നെ തിരിച്ചെത്തി. നല്ലൊരു ടീമായിരുന്നു നമുക്ക് കിട്ടിയത്, സെയിം ഏജിലുള്ള ആൾക്കാർ. അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ട്രെക്കിംഗ് ആയിരുന്നു. കാട്ടിൽ കൂടെ കുറേ നടക്കാൻ പറ്റി, അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. കുറച്ചധികം ജീവികളെയും കണ്ടു. നമ്മളെ ഗൈഡ് ചെയ്ത സാറുമാർ അവരടുത്ത ഗസ്റ്റിനെ കാത്തിരിക്കുക. ഓക്കെ, വന്യജീവികളുടെ വീട്ടിലൂടെയുള്ള നമ്മുടെ നടത്തം അത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. യാദൃശ്യമായിട്ട് നമുക്ക് കുറേ ജീവികളെ കാണാം. ഇതിന് നിങ്ങൾക്ക് ഈ യാത്ര ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. അപ്പോൾ നമുക്ക് മറ്റൊരു യാത്രയിൽ വീണ്ടും കാണാം. ബൈ. ഇതാണ് തേക്കടി ടൗണ്. കഴിഞ്ഞ ദിവസം വെളുപ്പിന് നമ്മൾ വന്നപ്പോൾ കണ്ടതാണ്. അന്ന് ഈ കടകളൊന്നും ഇത്ര സജീവമായിരുന്നില്ല.